ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 10 ഡേയ്സ് ഗ്ലാസ് സ്കിൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാം റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് 10 ദിവസമാണ്. അപ്പോൾ 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് ക്ലിയർ സ്കിൻ കിട്ടുമെന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കാരണം അത്രയും നല്ല റിസൾട്ട് തരുന്ന അമേസിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണിത്. ഞാനിത് ഓൾറെഡി ചെയ്തിട്ട് കുറച്ച് നാളുകളായി. എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയത് കൊണ്ടാണ് ഇതൊരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങളുമായിട്ട് കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ ഒരു 10 ദിവസത്തേക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് കെമിക്കൽ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല. പകരമായിട്ട് നമ്മുടെ സ്കിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു തരാം. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ പുറത്ത് വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. മൂന്നാമത്തത്, നല്ലപോലെ വെള്ളം കുടിക്കണം. ഓക്കെ, നാലാമത്തത്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ഈ ഒരു 10 ദിവസത്തേക്ക്. ഓക്കെ, അഞ്ചാമത്തത്, ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു 10 ഡേയ്സ് ഗ്ലാസ് സ്കിൻ ചലഞ്ചിൽ നമ്മൾ 2 ദിവസം ഫുള്ളായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം നമ്മൾ ഫുൾ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുകയാണ്. ഓക്കെ, ആ ദിവസം നിങ്ങൾക്ക് ഈ 2 ദിവസം ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ദിവസം ഫുൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് പോലെയാണ്. ഇപ്പോൾ ഒരു ഫുൾ സ്കിൻ കെയർ ഒരു സീരീസ് പോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 10 ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുക, എങ്കിലേ നമ്മൾ ഈ ഒരു ചലഞ്ച് കൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമ്മൾ രാവിലെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കടലമാവാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുവിധം ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ കടലമാവ് നമ്മുടെ മുഖവും അതുപോലെ തന്നെ നെക്കും ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്നും നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുഖം കഴുകി ക്ലീൻ ആക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് മുഖത്തുള്ള എണ്ണമയവും അഴുക്കും ഒക്കെ കളയുമോ? ഉറപ്പായിട്ടും കളയും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി നോക്കൂ. ആ ഓയിൽ ഫുള്ളായിട്ട് മാറിയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവും. ഓക്കെ, ക്ലീൻ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഫേസ് ഒന്ന് നനയ്ക്കുക, എന്നിട്ട് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ കഴുകുന്നത് അതുപോലെ തന്നെ മുഖത്തൊന്ന് മസാജ് ചെയ്യുക. കഴുത്തുമൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്തിട്ട് അപ്പം തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അങ്ങനെ വെച്ചിരിക്കുക ഒന്നും വേണ്ട. സ്കിന്ന് നല്ലപോലെ ക്ലീനും ആവും, നല്ല ബ്രൈറ്റും ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയറുപൊടി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പയറുപൊടി എടുക്കുമ്പോൾ അത് ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓട്സിന്റെ പൗഡറും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു ഐസ് ക്യൂബ് മസാജാണ് സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് ചെയ്യുന്നത്. ഞാനിവിടെ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. വെള്ളരിക്കയിൽ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി.
വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഈ കുക്കുംബർ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും നല്ലൊരു ഗ്ലോ സ്കിന്ന് തരാനും ഒക്കെ ഇത് അടിപൊളി സാധനമാണ്. അതുപോലെ ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ് ഒക്കെ മാറ്റിയെടുക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലിസറിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് തേൻ ചേർത്ത് കൊടുക്കാം, വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ആയിട്ട് ഞാൻ ഇതിനകത്തേക്ക് സാൻഡൽവുഡിന്റെ എസെൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് റോസ് വാട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കുക്കുംബർ ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്യാരറ്റിന്റെ ജ്യൂസ് എടുക്കാം, പൊട്ടാറ്റോ ജ്യൂസ് എടുക്കാം, അതുപോലെ ടൊമാറ്റോ അത് അരച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ദേ ഐസ് ക്യൂബ്സ് ഒക്കെ റെഡിയാണ്. കണ്ടില്ലേ? ഇത് ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലേ, ഇത് വെച്ചിട്ട് നമ്മുടെ ക്ലീൻ ആക്കിയ ഫേസിലേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിലെ പോസ് ഒക്കെ അടയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഐസ് ക്യൂബ്സ് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു റെമഡിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ നോസിലും നമ്മുടെ ഫേസിലും കണ്ണിൻ്റെ താഴെയൊക്കെ ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. അത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണിത്. ഇത് കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്കി അതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടെങ്കിൽ അത് കഴുത്തിലും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്കിൻ കെയറിൽ ഫേസിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നെക്കിലൂടെ ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് ഇത് നമ്മുടെ ഫേസിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു സ്കിൻ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഗ്ലോ വരുന്നുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, എല്ലാം നിങ്ങൾക്ക് എൻ്റെ ആ ഒരു സ്കിൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസിലധികം പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന ഒരു സ്കിന്നല്ല എൻ്റെ. പിന്നെ ഇപ്പം അത്യാവശ്യം നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് ഫേസിന്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ? സ്കിന്ന് കുറേ കൂടെ നല്ല ക്ലിയർ ആവും. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ്, മൗത്തിന് ചുറ്റുമുള്ള കറുപ്പ്, നമ്മുടെ നെറ്റിയിലൊക്കെ ടാൻ ആയിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ അത് തുടച്ച് മാറ്റാം. അല്ലെങ്കിൽ ജസ്റ്റ് ഫേസിൽ വെള്ളം വെച്ച് കഴുകിയാലും മതി. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നിൽ വന്ന ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ? അടിപൊളി ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. വെറും 10 ദിവസത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ, ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫേസിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. നെക്സ്റ്റ് ഞാനൊരു ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ മോർണിംഗ് നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു 10 days ഗ്ലാസ് സ്കിൻ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു.
പിന്നെന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും കാത്തിരിക്കുക. ബൈ.